ഈ വീഡിയോയിൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതിൽ ഒരു സീസ് ഫയർ പ്രൊപ്പോസൽ അത് അമേരിക്ക ഇടപെട്ട് മാർക്കോ റൂബിയോ ഇവരെല്ലാം തന്നെ ചേർന്ന് സംസാരിച്ച് ജലാനി അബു മുഹമ്മദ് അൽ ജുലാനിയുമായിട്ട് സംസാരിച്ച് ഇസ്രായേലുമായിട്ടൊരു പ്രൊപ്പോസൽ വെച്ച് നമ്മൾ സീസ് ഫയറിലേക്ക് വരാം എന്നുള്ള രീതിയിൽ ഇനി ഞങ്ങളുടെ ട്രൂപ്പ് അൽ സുബൈദ അതുപോലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം നടത്തില്ല എന്നൊരു തീരുമാനമാണ് ഇന്നലെ രാത്രി വൈകി അറിയിച്ചത്. ഇതിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ജലാനി ഒരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ സീസ് ഫയർ പ്രൊപ്പോസൽ നടന്നപാടെ ഈ ജലാനിയുടെ HTS ടീമിലുള്ള യുവമാർ തന്നെ നേരെ പോയി യുവമാരുടെ HTSന്റെ യൂണിഫോം എല്ലാം ഊരി അങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത കാട്ടറബികളുടെ വേഷം എടുത്തിട്ട് തലയിലൊരു തുണി എടുത്തിട്ട് യുവമാർ മറ്റേ തീവ്ര നിലപാടുള്ള ആ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടി നേരെ സിറിയയിലേക്ക് അൽ സുബൈദയിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടത്. ഓക്കെ, ഇത് പോയിന്റ് നമ്പർ 1. അതായത് യാതൊരു കാരണവശാലും എത്ര സീസ് ഫയർ ഉണ്ടാക്കിയാലും ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ഇനി ഒരു രീതിയിലും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള നിലപാട് തീവ്രവാദികൾ എടുത്തു കഴിഞ്ഞു. അത് അവർ ഓൾറെഡി തന്നെ ഉറപ്പിച്ച തീരുമാനമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക ഇടപെട്ടുകൊണ്ട് മാർക്കോ റൂബിയോ, സ്റ്റീവ് വിറ്റ്കോഫ് ഇവരെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് UN പീസ് കീപ്പിംഗ് മിഷനെ അൽ സുബൈദ ഏരിയയിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് ഇപ്പം നിലവിൽ ബഫർ സോണിലാണല്ലോ അവരുള്ളത്. അതായത് ഈ ഗോലാൻ ഹിൽസിൻ്റെ ഭാഗത്ത് ബഫർ സോണിൻ്റെ ഭാഗത്ത് UN പീസ് കീപ്പിംഗ് മിഷൻ ഉണ്ട്. അപ്പോൾ UN പീസ് കീപ്പിംഗ് മിഷൻ നേരെ ഇങ്ങനെ അതായത് ഈ 90 ഡിഗ്രിയിൽ പ്രൊട്ടക്ഷനിലുണ്ടായിരുന്ന ഈ UN പീസ് കീപ്പിംഗ് മിഷൻ ഇപ്പം നേരെ ഹൊറിസോണ്ടലായിട്ട് തിരിഞ്ഞിട്ട് അതായത് ഈ ദാര അതേപോലെ തന്നെ അൽ സുബൈദ ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ബ്രീച്ചിങ് സംഭവിച്ചിട്ടുണ്ട്. ബ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ UN പീസ് കീപ്പിംഗ് മിഷൻ വരുന്നതിന് മുമ്പ് തന്നെ കുറേ തീവ്രവാദികൾ ഓൾറെഡി തന്നെ ഈ അൽ സുബൈദ മേഖലയ്ക്ക് ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നു, ഡ്രൂസുകളുടെ വീട്ടിൽ കയറി പോകുന്നു, ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ബാൽക്കണി ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നും എടുത്തു ചാടാൻ പറയുന്നു. അതായത് ഈ ഒരു ഷേവിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ ബാർബർ ഷോപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ എടുത്ത് ചാടാൻ പറയുകയാണ്. അപ്പം അങ്ങനെ ഓരോ രീതിയിൽ അവന്മാർക്ക് തോന്നുന്ന രീതിയിലുള്ള വിചിത്രമായ രീതിയിലുള്ള ആ സ്പോട്ടിൽ എന്താണോ അവർ ചിന്തിക്കുന്നത് ആ രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത് അതിലൂടെ അവരെ മരണത്തിലേക്ക് നയിക്കുകയാണ് അവർ. അതായത് പെട്ടെന്ന് ജനൽ തുറക്കുക, എടുത്ത് ചാടുന്ന് പറയുക, അവിടുന്ന് ഉന്തി തള്ളി വിടുക, ബാൽക്കണി തുറന്നിട്ട് എടുത്ത് ചാടാൻ പറയുക, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ജീവിതത്തിൻ്റെ അറ്റം വരെ എത്തി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പോയിട്ട് വധിക്കുകയാണ്. ആ രീതിയിലുള്ള സമാനതകളില്ലാത്ത രംഗങ്ങളൊക്കെ ഈ മണ്ടന്മാർ തന്നെ ഷൂട്ട് ചെയ്ത് പുറത്തുവിടുകയാണ്. ഇപ്പൊ സിറിയയുടെ ഉള്ളിൽ നിന്നും ഒരു മതപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഡ്രൂസിനെതിരെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷേ വീഡിയോ എടുത്ത് പുറത്തു വിടാതിരിക്കുക. പുതിയൊരു പ്രഖ്യാപനം ഇപ്പം സിറിയയ്ക്കുള്ളിൽ ആ ഒരു മതപണ്ഡിതൻ ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം തന്നെ സൗത്ത് സിറിയയിൽ ഈ സുബൈദ അതുപോലെ തന്നെ ദാര എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ എൻട്രൻസ് പൊസിഷനിൽ ഇവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ നേരം വെളുക്കുമ്പോഴത്തേക്കും അവർ ആ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഫൂട്ടേജ് ഒക്കെ ഉണ്ട്, ഞാനത് ഇവിടെ വെക്കുന്നുണ്ട്. അവരവിടെ നിൽക്കുകയാണ്, സ്റ്റാൻഡ് ഓഫ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിലൊരു വിഷയം മനസ്സിലാക്കണം, പകുതി മുക്കാൽ ആൾക്കാരുടെ കയ്യിലും തോക്കുണ്ട്, ശരിയാണ്, പക്ഷേ കംപ്ലീറ്റ് പേടിത്തൊണ്ടന്മാരാണ്. ഇങ്ങനെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയാണ് ഇപ്പം സിറിയയ്ക്കുള്ളിൽ വന്ന് ഈ സദൻ സിറിയ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഏത് മൊമെന്റിലും ആരുടെ കമന്റിന് വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. അതുപോലെ തുർക്കി ഭാഗത്തു നിന്നുള്ള കുറേ തീവ്രവാദികളും ഇതിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. തുർക്കിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആയുധം സപ്ലൈ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ തയ്യബ് എർദോഗൻ ഓപ്പണായിട്ട് തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് പ്രസ്താവന പുറത്തിറക്കിയത്. ഈ പ്രസ്താവനകളൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ല. ഞാൻ അതിന്റെ ക്ലിപ്പ് ചെറുതായിട്ട് ഇവിടെ ആഡ് ചെയ്തു പോവാം. 8,000. Israel hasn't just attacked Palestine. They've also attacked Lebanon, Yemen, and Iran, murdering innocent civilians there as well. They've bombed civilian settlements. As if all this weren't enough, Israel, now using the Druze as a pretext, has extended its aggression to our neighbor Syria over the past 2 days. Let me say it again, clearly and directly. Israel is a terror state with no respect for law, no respect for rules, principles, or morality. At this point, the biggest problem in our region is Israel's aggression. Kural tanımaz, ilkesiz, şımarık. The suffering, brutality, genocide, and attacks inflicted across the region by Israel will never be forgotten. These acts will leave deep scars in human conscience. Büyük sorunu İsrail'in saldırganlığıdır. Bütün bölgeye yaşatılan bu acı, bu vahşet. If this monster is not stopped immediately, it will set the entire region, indeed, the entire world, on fire.
ഇനി ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തയ്യബർദവൻ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലല്ല, തുർക്കിഷ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മീനിങ്. യഹൂദനെതിരെ എല്ലാ മുസ്ലിംസിനെയും ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു വിളിയാണ് നടത്തിയത്. ഇപ്പം നിലവിലുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് തീവ്രവാദികൾ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഇപ്പോഴും ഈ ഒരു കുറ്റകൃത്യങ്ങളും ഈ ഒരു ക്രൂരകൃത്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോംബിടുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളും പല ഷോപ്പുകളൊക്കെ കത്തിച്ച് കളയാണ്, തീ വെച്ച് കളയാണ്. ആ രീതിയിലുള്ള പരിപാടികൾ കംപ്ലീറ്റ് ഉള്ളിൽ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്തമായ ഒരു പ്രഖ്യാപനവുമായിട്ട് ഒരു ടീം, അതായത് സിറിയക്കുള്ളിൽ തന്നെ സദൻ സൈഡിൽ ഡമസ്കസിന്റെ തൊട്ട് താഴെയായിട്ട് ദാരൽസോർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഈ ദാരൽസോർ എന്ന് പറയുന്നത് വലിയൊരു പ്രൊവിൻസ് തന്നെയാണ്. ആ ഏരിയയിലുള്ള ട്രൈബൽ ഗ്രൂപ്പ് അവർ പറയുന്നത് ശരിക്കും നമ്മളിപ്പം ഡ്രൂസിനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ അല്ല പോകേണ്ടത്, നമ്മൾ ശരിക്കും ജൊലാനിക്കെതിരെയാണ് പോകേണ്ടതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന ന്യായവാദം ഇസ്രായേലുമായിട്ട് യഹൂദനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സിറിയ ഭരിക്കുന്ന പെർപെട്രേറ്റർ എന്നാണ് ഈ ജൊലാനിയെ വിശേഷിപ്പിക്കുന്നത്. അത് അപ്പൊ ജൊലാനിക്കെതിരെയാണ് നമ്മൾ ആദ്യം പോകേണ്ടതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് കുറച്ച് വിവരം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതും തീവ്രവാദം തന്നെയാണ്. തീവ്രവാദം അതായത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ജൊലാനിയെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഫിലോസഫിക്കൽ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. അല്ലെങ്കിൽ അഥവാ യഹൂദനുമായിട്ട് ഒരു നോർമലൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തി ജൊലാനിക്കെതിരെ ആദ്യം പോകണം എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ, അതും തീവ്രവാദം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഇസ്രായേലിനും ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കും എതിരെ തന്നെയാണ് വരുന്നത്. ഇറ്റ് മീൻസ് മൈനോറിറ്റിക്ക് എതിരെ തന്നെയാണ് അത് വരുന്നത്. ജൊലാനി വെച്ച സീസ് ഫയർ പ്രപ്പോസലിന് ഒരു വാലിഡിറ്റിയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉപരിയായിട്ട് ജർമ്മനിക്കുള്ളിൽ ഒരു ടീം സിറിയയെ എതിർത്തുകൊണ്ട് പ്രൊട്ടസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവരാണ് എനിക്ക് തോന്നുന്നു ഈ ഗ്ലോബലി തന്നെ ജർമ്മനിയിലാണ് ആദ്യമായിട്ട് സിറിയയിലുള്ള ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ ഒരു പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇമ്പാക്റ്റ് ആണ്. കാരണം ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്രീ പാലസ്തീൻ്റെ ആൾക്കാരുള്ളത്. അവന്മാരിനിപ്പോൾ പുറത്തിറങ്ങും ഈ ഒരു ടീമിനെതിരെ. അത് ജർമ്മനിയിൽ ഇനി അടുത്ത രീതിയിലുള്ള നെക്സ്റ്റ് ലെവൽ കലാപമായിട്ട് മാറാതിരുന്നാൽ മതി. ഈ ഡ്രൂസിനെ അല്ലേ സിറിയ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, അതിനിപ്പോൾ ഇസ്രായേലിന് എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ശരിക്കും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിലുമുണ്ട് നല്ലൊരു ശതമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൻ്റെ നെസറ്റിൽ ഏതാണ്ട് 8 സീറ്റ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇലക്ഷനിൽ വിജയിച്ച് 8 പാർലമെന്റ് മെമ്പർ അവർക്കുണ്ട്. ആ രീതിയിൽ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിൻ്റെ ഉള്ളിൽ. ഇവരുടെ ബന്ധുക്കളും റിലേറ്റീവ്സ് എല്ലാം തന്നെയാണ്, സുഹൃത്തുക്കളെല്ലാം തന്നെയാണ് അപ്പുറത്ത് ഈ ഇസ്രായേലുമായിട്ട് ബോർഡർ ചേർന്ന് കിടക്കുന്ന ഈ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തൊക്കെ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധമുണ്ട്. ഇനി അതിലുപരിയായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട യുവാക്കൾ ഇസ്രായേലിൻ്റെ IDF വർക്ക് ചെയ്യുന്നുണ്ട്. IDF സോൾജറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഈ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തും ഈ സിറിയ ഉൾപ്പെടെയുള്ള ഈ അൽ സുവൈദ, ദാര എന്ന് പറഞ്ഞ ഈ പ്രൊവിൻസിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ IDF ഉള്ളിൽ തന്നെ പ്രഷറുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രഷറുണ്ട്. ഇനി ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ IDF ചേർന്ന് ഈ രീതിയിൽ ഡെഡിക്കേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നേക്കുമായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, ഒരു സുരക്ഷയാണ്, ഒരു സംരക്ഷണമാണ്, ഒരു കവചമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നായാലും ഇസ്രായേൽ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. ആ ഉറപ്പ് ഇസ്രായേൽ ഇതുവരെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും അത് അങ്ങോട്ട് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ അടുത്ത സൈഡ് ഇനി ഈ സിറിയയിലും ഇപ്പോൾ ഈ 70,000-80,000 പേര് ഈ ലോറികളിലും ട്രക്കിലൊക്കെ കയറി വന്ന ഈ കാട്ടാളന്മാരൊക്കെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ തച്ച് തകർത്ത് ആ സ്ഥലം പിടിച്ചടക്കി കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബോർഡർ ഷെയറിംഗ് വരികയാണ് ഈ തീവ്രവാദികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിന് ഒരു ബഫർ സോണും കൂടിയാണ്, ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷനും കൂടിയാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സിറിയയിലുള്ള ഈ സുവൈദ, ദാര ഈ പ്രൊവിൻസിലൊക്കെ താമസിക്കുന്ന, ക്വനഡ്രയിലൊക്കെ താമസിക്കുന്ന ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിന് ഒരു ബഫർ സോണും കൂടിയാണ്, ഒരു സെക്യൂരിറ്റി സോണാണ്. യുണൈറ്റഡ് നേഷൻസ് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മ്യൂച്വൽ ആണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇടപെടുക തന്നെ ചെയ്യും. ഇസ്രായേൽ ഈസ് ലയബിൾ ടു പ്രൊട്ടക്ട് ഡ്രൂസ്, അങ്ങനെ വേണം പറയാൻ. ഇതുവരെ ഗ്ലോബലി തന്നെ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന സംഭവം. അതായത് സിറിയയ്ക്കുള്ളിൽ മൈനോറിറ്റീസ് പാടില്ല, അതാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു സുന്നി തീവ്ര നിലപാടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.